ഹലോ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഇന്നത്തെ ഓണം സീരീസിൻ്റെ ഭാഗമായിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി കുമ്പളങ്ങ പച്ചടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ പച്ചടി പലതരത്തിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടേക്കണേ. ഡിസ്ക്രിപ്ഷനിൽ ഇപ്പം ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്, പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നാമത്തെ ഐറ്റമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മുടെ സദ്യയിൽ ചേരുമ്പോഴാണ് എല്ലാം ഒരു കംപ്ലീറ്റ് പെർഫെക്റ്റ് സദ്യ ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനൊരു ഹാഫ് പോർഷൻ എടുത്തിട്ടുണ്ട് കുമ്പളങ്ങയുടെ. ഇത് ഇളവൻ കുമ്പളങ്ങ എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ തൊലി മൊത്തം കട്ട് ചെയ്തെടുത്ത് കുരുവും കളഞ്ഞ് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇവിടെ വെച്ചേക്കാം. ഇനി അത് നന്നായിട്ട് നീളത്തിൽ കുനുകുനാ അരിഞ്ഞെടുക്കണം. അപ്പോൾ നിങ്ങൾ കുമ്പളങ്ങ പച്ചടിയൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് താഴെ വന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനിനി കുക്കറിൽ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. ഇതിലധികം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, പക്ഷേ അത്യാവശ്യം കുറച്ച് അതടിക്ക് പിടിക്കാതിരിക്കാൻ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ കുമ്പളങ്ങയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഇനി അരപ്പിന് വേണ്ടി ഞാൻ ഒരു അരമുറി തേങ്ങ ചെരുകി വെച്ചിട്ടുണ്ട്, 2 പച്ചമുളകും പിന്നെ ഒരു ഇഞ്ചിയുടെ കഷ്ണവും കൂടെ ഞാൻ ഇതിൽ ചേർക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇനി അതിലേക്ക് ഒരു സ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് പച്ചടി കംപ്ലീറ്റ് ആവുന്നത്. ആ ഒരു കടുകിൻ്റെ ടേസ്റ്റും കൂടെ വരുമ്പോഴാണ് നല്ല അടിപൊളിയായിട്ടുള്ള പച്ചടി കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മുടേതാ കുമ്പളങ്ങ ഇവിടെ ഏതാണ്ട് ഒരു വിസിലേ അടുപ്പിക്കേണ്ട ആവശ്യമുള്ളൂ, കുമ്പളങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന കുമ്പളങ്ങയാണെങ്കിൽ. അപ്പോൾ ഇതാ ഓൾറെഡി ഇതിൽ വെള്ളം നന്നായിട്ടുണ്ട്. ഇനി അരപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കുമ്പളങ്ങ പച്ചടി വേവിച്ചതിന് ശേഷം ഒന്ന് തണുക്കാൻ വെക്കണം കേട്ടോ. തണുത്തതിന് ശേഷമാണ് ഈ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്, ചൂടോടുകൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വെള്ളം അധികം ചേർക്കേണ്ടതില്ല. വെള്ളം ഓൾറെഡി കുമ്പളങ്ങക്കകത്തുണ്ട്, അതുകൊണ്ട് ഞാനതിൽ അധികം വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സദ്യയിൽ നിങ്ങൾ കുമ്പളങ്ങ പച്ചടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ വന്ന് കമൻറ്റ് ചെയ്യണേ, ഇതേ രീതിയിലാണോ എന്ന്. ഇനി അതിലേക്ക് ഞാൻ ആവശ്യത്തിന് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ല കട്ട തൈരല്ല, കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലുള്ളതാണ്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് താളിപ്പിന് വേണ്ടിയിട്ടുള്ള കരണ്ടി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ നിങ്ങളുടെ ഇതിനനുസരിച്ച് വെളിച്ചെണ്ണ കുറച്ചധികം വേണമെങ്കിൽ അധികം ഒഴിച്ചു കൊടുക്കുക. പച്ചടിക്കൊക്കെ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അതിലേക്ക് ഒരു സ്പൂണ് കടുകും കൂടെ ചേർത്ത് നന്നായി പൊട്ടി വരട്ടെ. അത് പൊട്ടുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഇതാ ഒരു കുറച്ച് തേങ്ങ ചിരകിയതും പിന്നെ 2 വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പച്ചടിയുടെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കടുക് നന്നായി പൊട്ടുന്നുണ്ട്. അതിലേക്ക് ഇനി 2 വറ്റൽമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. നീളത്തിൽ നിങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ലാസ്റ്റാണ് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ഇട്ടതിന് ശേഷം നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ അതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാവരും ഈ ഒരു കുമ്പളങ്ങ പച്ചടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്കും ഒന്ന് എത്തിക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ, എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് എല്ലാം കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിതാ കുമ്പളങ്ങ പച്ചടി അടിപൊളിയായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ തന്നെ ഞാൻ വെച്ചേക്കാണ്, കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഓണത്തിന് എല്ലാവരും ഈ ഒരു കുമ്പളങ്ങ പച്ചടിയും കൂടെ തയ്യാറാക്കി നോക്കുക. അപ്പോൾ അടിപൊളിയായിരിക്കും. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. അപ്പോൾ ടാറ്റാ.